എഡ്വിൻ്റെ റൂമിന് മുന്നിൽ ഭയത്തോടെ നിന്നു. കർത്താവേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബോധമുള്ളപ്പോഴും വെളിവില്ലാത്ത സാധനമാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ പറയണോ? അവൾ വിങ്ങലോടെ ഡോറിൽ ചെവി ചേർത്ത് വെച്ച് നിന്നു. അനക്കമൊന്നും കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ഉറങ്ങിയെന്ന് പറഞ്ഞത് സത്യമായിരിക്കുമോ? ഡോർ ഹാൻഡിൽ പതിയെ തിരിച്ചു. കുറച്ചു മാത്രം തുറന്ന് എത്തി നോക്കി. അകത്തേക്ക് കയറി. ഭാഗ്യം ഇവിടെയില്ല. വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം. കയ്യിലിരുന്ന ജഗ് ടേബിളിലേക്ക് വെച്ച് ധൃതിയിൽ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് വാഷ്റൂമിൻ്റെ ഡോർ തുറന്നു. മുന്നിലേക്ക് നടന്നവൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. വെപ്രാളത്തോടെ തല ചരിച്ച് സൈഡിലേക്ക് നോക്കി. ഫോണും കയ്യിൽ പിടിച്ച് കറക്കി കറക്കി നിൽക്കുവാണവൻ. ചുണ്ടിൽ ഒരു വല്ലാത്ത ചിരി. കർത്താവേ, കാലനും ആ സ്ത്രീയും പ്ലാൻ ചെയ്തെന്നെ. ദുഷ്ടക്കൂട്ടങ്ങൾ. ചുണ്ടുകൾ വിറയലോടെ പുലമ്പി. അവൻ്റെ നോട്ടം അവളുടെ ആദരത്തിൻ്റെ ചലനത്തിൽ തന്നെ ആയിരുന്നു. അതേടി, മമ്മയും ഞാനും പ്ലാൻ ചെയ്തു നിന്നെ കുടുക്കിയതാ. അവൻ അരികിലേക്ക് നടക്കുമ്പോൾ കാലുകൾ പിന്നിലേക്ക് നീങ്ങി. എന്തിന്? എന്നെ വെറുതെ വിട്ടേക്ക്. വല്യപ്പച്ചൻ എഴുതി വെച്ച സ്വത്താണെങ്കിൽ ഞാനങ്ങ് തിരികെ തരാം. എനിക്കൊന്നും വേണ്ട. ഓ, അതെങ്ങനെ ശരിയാവും? നീ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ എനിക്ക്, അല്ല ഞങ്ങൾക്ക് അതങ്ങ് ഇഷ്ടമാകുന്നില്ല. അവൾ വേദനയുടെ ചുവരിൽ തട്ടി നിന്നു. ഞാൻ പോയേക്കാം. ഓർഫനേജിലേക്ക് പോവാം. എന്നെ ഒന്നും ചെയ്യരുത്. ഷോ, അത് ശരിയാവില്ല നിഷ. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ വരുമ്പോൾ തല താഴ്ത്തി പിടിച്ചു. മുന്നിൽ എഡിൻ്റെ സാമീപ്യം. അവളുടെ താടിത്തുമ്പിൽ അമർത്തി പിടിച്ച് ഉയർത്തി. വേദനയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. വിടന്നെ, എനിക്ക് പോകണം. എവിടെ? എവിടെയും പോകുന്നില്ല. ഇന്ന് നിഷ ഇവിടെയാ എൻ്റെ ഒപ്പം. കണ്ണുകൾ നിറഞ്ഞു. കരയാതെ പെണ്ണെ, ഞാനൊന്നും ചെയ്യില്ല. നമുക്കിങ്ങനെ കഥ പറഞ്ഞിരിക്കാം. അവൻ്റെ വിരലുകൾ നെറ്റിത്തടത്തിൽ ഇഴഞ്ഞു നീങ്ങി. എനിക്ക് സ്വത്ത് വേണം, ഒപ്പം നിന്നെയും. നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ? അവളൊന്ന് ഞെട്ടി. വെപ്രാളത്തോടെ ടേബിളിൽ അമർത്തി പിടിച്ചു. എനിക്ക് പറ്റില്ല, ഇഷ്ടമല്ല. വേദനയിലും കണ്ണുനീരിലും കുതിർന്ന സ്വരം. അതെങ്ങനെ ശരിയാവും നിഷ? വല്യപ്പച്ചൻ സമ്മതിച്ചതല്ലേ? മനസ്സമ്മതത്തിന് ഡേറ്റ് എടുത്തത് നീ മറന്നോ? കവിൾത്തടത്തിൽ വിരലുകൾ അമർത്തുമ്പോൾ അവന് ദേഷ്യത്തോടെ നോക്കി. പിന്നീട് വല്യപ്പച്ചന് സമ്മതമല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നോ? ഉറപ്പോടെ ചോദിച്ച് ഇരു കൈയും വെച്ചും അവനെ പിന്നിലേക്ക് തള്ളി മാറ്റുമ്പോൾ എഡ്വിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എന്താടി, എനിക്കെന്താ ഒരു കുറവ്? കാണാൻ സുന്ദരനല്ലേ? അവൻ്റെ ആ നേരത്തെ മുഖഭാവം. പേടിയോടെ പുറത്തേക്ക് ഓടാൻ നിന്നവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി. എന്നെ വിട്, ഞാൻ ഒച്ചയുണ്ടാക്കും, എല്ലാവരും കേൾക്കും. ഉറക്കെ പറയുമ്പോൾ അവൻ ചിരിച്ചു. പെട്ടെന്ന് ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് വലിച്ചു കീറി ഒരു ചെറിയ പീസ് എടുത്തു. നിഷയുടെ വായിൽ ചേർത്ത് വെച്ചു. വിടടോ എന്നെ, അവൾ നിന്ന് കുതറി. ഇനി നീ ഉച്ചത്തിൽ വിളിച്ചു നോക്കി, ആരേലും കേൾക്കുന്നുണ്ടോന്ന് അറിയാലോ. കൈ രണ്ടും പിന്നിലേക്ക് വളച്ചു പിടിക്കുമ്പോൾ വേദനയോടെ ഉറക്കെ കരഞ്ഞു. ശബ്ദം 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു. അവൻ ഉറക്കെ ചിരിച്ചു. ഈ നിഷയെ ഞാൻ മോഹിക്കാൻ, സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞുവെന്നറിയോ? വല്യപ്പച്ചൻ്റെ പിന്നാലെ കുഞ്ഞുടുപ്പും പാവാടയും ഇട്ട് നീ ഓടി നടന്ന കാലം മുതൽ നെഞ്ചിൽ കയറിക്കൂടിയ ആഗ്രഹം. പക്ഷെ ഇടയ്ക്കെപ്പോഴോ നീയും എൻ്റെ മോഹം എന്താണെന്ന് മനസ്സിലാക്കി അകലം പാലിച്ചു. ഇന്ന് ആ മോഹം ഞാൻ സാധിക്കും. കർത്താവേ, എൻ്റെ വല്യപ്പച്ചനുണ്ടായിരുന്നേൽ. നെഞ്ചം വേദനയോടെ വിങ്ങി. ഈ കണ്ണ്, സത്യം പറയാലോ, എനിക്ക് സ്വന്തമാക്കാൻ തോന്നുക. ആരും നിന്നെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അവൻ പറഞ്ഞു നിർത്തുമ്പോൾ പെണ്ണിൻ്റെ ശരീരം പേടിയോടെ വിറച്ചു. നിറഞ്ഞു തൂവിയ കണ്ണുകളോടെ ദയനീയമായി എഡ്വിൻ്റെ മുഖത്തേക്ക് നോക്കി. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. നിന്റെ ഈ സൗന്ദര്യം അത് കുറയ്ക്കണം. അതിന് ഇപ്പം എന്താ ചെയ്യാം? ആലോചനയോടെ താടിക്ക് കൈ കൊടുത്തു നിന്നു. ടേബിളിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ ഉറക്കത്തിൽ കിടന്നവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. ആരായി സമയത്ത്? ഹോസ്പിറ്റലിൽ നിന്നായിരിക്കുമോ? വെപ്രാളത്തോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും നെഞ്ചത്ത് കൈവച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടു. എന്താടി, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? പാതിരാത്രിയും നിനക്ക് ഉറക്കമില്ലേ? മറുവശം മൗനമാണ്. അരുണ, അരു. അവളൊന്ന് മൂളി. എന്ത് പറ്റി? വിഷമായോ? സോറി ഡെനി, എനിക്ക് വയ്യടാ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയതുപോലെ. നിന്നെയും മമ്മിയും കാണാൻ തോന്നുന്നു. പേടിയാവുന്നു.
ആർക്ക്? ഈ അരുണയ്ക്ക് പേടി. ആരെ? ഡെന്നി കളിയാക്കലോടെ ചിരിച്ചു. മനുഷ്യരെ പേടിയില്ല, പക്ഷേ ഈ ഒറ്റപ്പെടൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത അവസ്ഥ. എന്തോ ഹൃദയം കിടന്ന് മിടിക്കുവാ ഡെന്നി. എന്നാ അരുണ നീ ഇങ്ങോട്ട് വരിക? കടുപ്പത്തിൽ ചോദിച്ചു. ഉടനെ വരും. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ഈ ചീള് പരിപാടിക്ക് അരുണയുടെ ആവശ്യമുണ്ടോയെന്ന് മേലുദ്യോഗസ്ഥൻ ചോദിച്ചു. നീ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, എൻ്റെ ഡെന്നി ആദ്യമായി എന്നോട് ആവശ്യപ്പെട്ട ഒരേയൊരു കാര്യമാണ്. സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലേൽ ആഗ്രഹിച്ച് നേടിയ ജോലി അതങ്ങ് റിസൈൻ ചെയ്യുന്നു. ആണോ? അവനിൽ ആകാംക്ഷ. യെസ്. ഒറ്റപ്പെട്ടു പോയ ഇടത്തു നിന്ന് കൈ പിടിച്ചു ചേർത്തവനും എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാണൻ വേണേലും ഞാൻ കൊടുക്കും. ഓ, പ്രാണനൊന്നും വേണ്ട, എൻ്റെ ഒപ്പം ഒന്ന് നിന്നാൽ മാത്രം മതി. അവൾ നിറഞ്ഞു ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാപ്പി അല്ലേ? ഉറങ്ങിക്കോരണ, നാളെ ഓഫീസിൽ പോകണ്ടേ? ഹാ, പോകണം. പിന്നെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആ അങ്കിളില്ലേ 601? ഡെന്നിയുടെ മുഖത്ത് ആകാംക്ഷ. 2 ദിവസമായി ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന്. ആള് കുറച്ച് വയലൻ്റ് ആണ്. ഞാൻ ചെന്നു. ഫുഡ് വേണ്ടേന്ന് ചോദിച്ചപ്പോൾ പറയുവാ, കൊച്ചു ഡോക്ടർ വന്നില്ലല്ലോ, കാണാൻ കൊതിയാവുന്നുവെന്ന്. അരുണ, ഹാടാ സത്യ, പുള്ളിക്ക് നിന്നെയും പപ്പയും നന്നായി അറിയാം. അതുകൊണ്ടല്ലേ കൊച്ചു ഡോക്ടർ എന്ന് വിളിച്ചത്? എനിക്ക് ആ മനുഷ്യനെ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വേണം. എന്തോ പപ്പയ്ക്കും അയാളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്കും ഒരാത്മബന്ധമുള്ള പോലെ. എന്നാലും ഡെന്നി, വർഷം 3 കഴിഞ്ഞില്ലേടാ? എത്ര നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും എന്തേ ആ അങ്കിളിന് ഭേദമാകാത്തത്? അരുണയ്ക്ക് സംശയം. അറിയില്ലല്ലോ, ശരീരത്തിനേറ്റ മുറിവ് പെട്ടെന്ന് കരിയും, പക്ഷെ മനസ്സിനേറ്റ മുറിവും വേദനയും പെട്ടെന്ന് മാറില്ല. ആഴവും വ്യാപ്തിയും കൂടുതലാണെങ്കിൽ കാലങ്ങൾ കടന്നു പോകും. എന്നാലും ആ മനുഷ്യന് എന്താ സംഭവിച്ചത് എന്നെനിക്കറിയണം. ബന്ധുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ചേർത്ത് വെക്കണം. അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. സംസാരിച്ചും പറഞ്ഞും മുന്നിലേക്ക് നടന്നു. ഈ എഡ്വിൻ്റെ മുഖം തനിക്ക് നേരെ താഴ്ന്നു വരുമ്പോൾ പേടിയോടെ പിടച്ചു. വലതു കൈ ടേബിളിൽ പരതി ഫ്ലവർ വേസിൽ മുറുകെ പിടിച്ച് ഉയർത്തിയ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി നിറഞ്ഞു. അവളെ ഇരു കൈയിലും വാരിയെടുത്തു. നിഷയൊന്ന് ഞെട്ടി. ശരീരം ആലില പോലെ വിറച്ചു. കയ്യിൽ നിന്നും വേസ് ഊർന്ന് നിലത്തേക്ക് വീണു. ഡോറിന് മുന്നിലൂടെ നടന്ന ഡെന്നി ഒരു നിമിഷം നിന്നു. എന്താ ഒരു ശബ്ദം? ഗ്ലാസോ മറ്റോ അല്ലേ പൊട്ടിയത്? സംശയത്തോടെ മുഖം ചുളിഞ്ഞു. എഡ്വിനെ കളി പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. അവളുടെ കരച്ചിൽ ശബ്ദം വായിലെ കെട്ടും കടന്ന് പുറത്തേക്ക് വന്നു. അരുണ, ഗുഡ് നൈറ്റ്, വെപ്രാളത്തിൽ പറഞ്ഞു. ഡെന്നി, എന്താടാ? മറുവശത്തെ അവളുടെ വിളിക്ക് കാതോർക്കാതെ കോൾ കട്ട് ചെയ്തു. ആരുടെയോ കരച്ചിലല്ലേ കേട്ടത്? ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് അകത്തേക്ക് കയറിയതും ഡെന്നിയുടെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി. എഡ്വിനും ഒരു നിമിഷം നിശ്ചലമായി നിന്നു. എടാ, നീ ഇവിടെ എൻ്റെ വീട്ടിൽ? എഡ്വിൻ ഉറക്കെ അലറി. അവൻ്റെ കൈയുടെ മുറുക്കം കുറഞ്ഞതും നിഷ പിടപ്പോടെ നിലത്തേക്ക് ഊർന്നിറങ്ങി. വേഗത്തിൽ ഓടിവരുന്ന പെണ്ണ്. ആ വെള്ളാരം കണ്ണുകൾ രക്തവർണ്ണമായി ചുവന്ന് വീങ്ങിയിട്ടുണ്ട്. പാറിപ്പറന്ന മുടിയിഴകൾ അവളെ ഹൃദയത്തോട് ചേർക്കാൻ കൊതിച്ചു പോകുമ്പോൾ ആ മിടുപ്പിലേക്ക് അവൾ മുഖം ചേർത്ത് വെച്ചു. പ്ലീസ്. വിങ്ങലോടെ അവനെ വട്ടം ചുറ്റി പിടിക്കുമ്പോൾ കൈ എത്താത്തതുപോലെ ഡെന്നിയിൽ ചിരി വിരിഞ്ഞു. നിഷ, എഡ്വിൻ ദേഷ്യത്തിൽ വിളിച്ചു. അടുത്തേക്ക് കാറ്റ് പോലെ പാഞ്ഞടുക്കുന്നവന് നേരെ കാലുയർത്തി ആഞ്ഞു ചവിട്ടി. അവൻ തെറിച്ച് നിലത്തേക്ക് വീണു. നഴ്സിന് തുള്ളൽ പനിയുണ്ടോ? ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ഞെട്ടലോടെ ഡെന്നിയുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി. ശബ്ദം കാറ്റ് പോലെ പുറത്തേക്ക് വന്നു. തലയ്ക്ക് പിന്നിലെ കെട്ട് ഇളക്കി മാറ്റി കൊടുക്കുമ്പോൾ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്നു. ഞാനൊന്നും. അവൾ വിക്കി. നീ എന്തിനാ ഈ സമയത്ത് ഇവൻ്റെ റൂമിലേക്ക് വന്നത്? കടുപ്പത്തിൽ ചോദിച്ചു. വെപ്രാളത്തോടെ അവനിൽ നിന്നും അകന്നു മാറി തല താഴ്ത്തി നിന്നു. ചോദിച്ചത് കേട്ടില്ലേ നീ? നിലത്തു നിന്നും എഴുന്നേൽക്കുന്നവന് നേരെ കണ്ണുകൾ പാഞ്ഞു ചെന്നു. വെള്ളം കൊണ്ടുവയ്ക്കാൻ ആൻറ്റി ഉറങ്ങുവന്നാ പറഞ്ഞേ, പക്ഷേ. ചുണ്ടുകൾ വിതുമ്പി. കരച്ചിൽ ഉച്ചത്തിലായി. ശരി, പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. അവൾ തിരിഞ്ഞു നടന്നു. നിഷ, ഡെന്നി വിളിച്ചു. ദേ, ആ ജഗിലെ വെള്ളം നീ കൊണ്ടുവന്നതല്ലേ? തല കുലുക്കി. എന്നാ ആ വെള്ളം എൻ്റെ റൂമിലേക്ക് വെച്ചേക്ക്. അവിടെയും വെള്ളമില്ല. ഇവന് വേണ്ടുന്ന വെള്ളം ഞാൻ കൊടുത്തോളാം. ഡെന്നിയുടെ ചുണ്ടിൽ ഗൂഢമായ ചിരി.
അവൾ ജഗ് മുറുകെ പിടിച്ച് റൂം വിട്ട് പുറത്തേക്കിറങ്ങി. നിനക്ക് ഞാൻ ആരാണ് എന്നറിയണം അല്ലേ? വകയിൽ നിന്റെ ഇച്ഛായനായി വരും. പക്ഷേ ഇങ്ങനെ തല തിരിഞ്ഞ സഹോദരനെ എനിക്ക് വേണ്ട. ഡെന്നിയുടെ കൈ ഉയർന്നു താഴുമ്പോൾ വേദനയോടെ എഡ്വിൻ ഒന്ന് ആടി ഉലഞ്ഞു. ഒന്നും ചെയ്യല്ലേ. വാതിൽക്കൽ നിന്ന് നിഷയുടെ സ്വരം. ഡെന്നി തല ചരിച്ച് അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. നിന്നോട് പറഞ്ഞ പണി ചെയ്യടി. ശബ്ദം ദേഷ്യത്തിൽ ഉയർന്നു. തല കുലുക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു. നിനക്ക് എന്തിൻ്റെ കഴപ്പാടാ? ഇത് വേറെ അസുഖം പോയി. അവൻ പകുതിയിൽ നിർത്തി. അടികൊണ്ട കവിൾത്തടം പൊത്തിപ്പിടിച്ച് എഡ്വിൻ ചിരിച്ചു. എൻ്റെ അസുഖം നിനക്കില്ലേ? അവളോട് അങ്ങനെ ഒരു മോഹം ദേ നിന്റെ കണ്ണിൽ തെളിഞ്ഞു കാണാം. ഡെന്നി പല്ല് ഞെരിച്ചു പിടിച്ചു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്തു. അതെ ഉണ്ട്. പക്ഷെ നീ പറഞ്ഞ ഈ മോഹമല്ല. അവളെ വാരിയെടുക്കാനും ചുംബിക്കാനും ചങ്കിലെ പിടപ്പ് തീരും വരെയും ആ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുമുള്ള മോഹം. ഇഷ്ടം, സ്നേഹം, പ്രണയം. ദേഷ്യത്തോടെ അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളി. ഒതുങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. ഇല്ലേൽ ഈ ഇച്ചായൻ്റെ ഭ്രാന്ത് അത് കാണേണ്ടി വരും. അനിയൻ പേടിക്കും. പുച്ഛച്ചിരിയോടെ ഡെന്നിയുടെ ചൂണ്ടുവിരൽ അവന് നേരെ ചലിച്ചു. തിരിഞ്ഞു നടന്നു. നടക്കില്ല. നിന്റേത് വെറും മോഹം മാത്രമാണ്. അവൾ എൻ്റെയാ. വഴിയേ പോയ പെണ്ണല്ലവൾ. വാതിൽപ്പടിയിൽ നിന്ന് ഡെന്നി ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കുറുകി. ഞങ്ങളുടെ മനസ്സമ്മതത്തിന് ഡേറ്റ് വരെ എടുത്തതാ. വല്യപ്പച്ചന് അവളെ എൻ്റെ കയ്യിലേക്ക് തരാൻ പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷേ അതിനിടയ്ക്കാ വല്യപ്പച്ചൻ. എഡ്വിൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഡെന്നിക്ക് മുന്നിലായി നിന്നു. ഇത് ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിൽ സംഭവിച്ചതാ. അതിൻ്റെ വാശിയാ പെണ്ണിന്, അല്ലേലവൾ. ഡെന്നി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. നിങ്ങൾ തിരികെ പോകുന്നതിന് മുന്നേ നിഷാനിയുടെ കഴുത്തിൽ ഞാൻ മിന്നുകെട്ടും. ആ കാഴ്ച നീ കാണണം, കണ്ണിറച്ച്. അതോടെ തീരും നിന്റെ മോഹവും ഇഷ്ടവും പ്രണയവുമെല്ലാം. ഡെന്നിയുടെ ഹൃദയം വേദനയിൽ തുടിച്ചു. ഞാനൊന്ന് മോഹിച്ചിട്ടുണ്ടേൽ അത് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു കളിപ്പാട്ടമായാൽ പോലും വിട്ടു കൊടുക്കാത്തവനാ ഡെന്നി. അപ്പോൾ ജീവനുള്ള പാവേ വിട്ടുതരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. നിന്റെ മിന്ന് അവളുടെ കഴുത്തിൽ വീഴില്ല. കടുപ്പിച്ച് പറഞ്ഞ് കാറ്റ് പോലെ നടന്നകലുന്നവനെ നോക്കി എഡ്വിൻ ഡോറിൽ ചാരി നിന്നു. നാളെ ഒന്ന് നേരം പുലർന്നോട്ടെ. എൻ്റെ നാട്ടിൽ വന്ന് എന്നെ കളി പഠിപ്പിക്കുന്നു. കാണിച്ചു തരുന്നുണ്ട്. അവൻ ഡോറടച്ച് ടേബിളിലിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു. എൻ്റെ ഫ്രണ്ട്സിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി നിന്റെ കാര്യം ഗോവിന്ദ. ഗൂഢമായി കണ്ണുകൾ തിളങ്ങി. പകയോടെ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ജഗ് ടേബിളിലേക്ക് വെച്ചു. കർത്താവേ, രക്ഷപ്പെട്ടു. അവൾ നെഞ്ചത്ത് കൈവച്ചു. പിന്നിൽ ഡോർ ശക്തിയിൽ അടയുന്ന ശബ്ദം. ലോക്കും വീണു. നിഷയൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. രൂക്ഷമായി തന്നിൽ തന്നെ നോട്ടം ഉറപ്പിച്ചു നിൽക്കുന്നവൻ. കണ്ണിലെ നീല ഞരമ്പുകൾ ഇങ്ങ് തെളിഞ്ഞു കാണാം. പേടിയോടെ ഷോളിൻ്റെ തുമ്പിൽ അമർത്തി പിടിച്ചു. കർത്താവേ, കാലനിൽ നിന്നും ഭ്രാന്തൻ്റെ മുന്നിലേക്കാണോ നീ എന്നെ എത്തിച്ചത്? അവൻ അരികിലേക്ക് വരുമ്പോൾ ഒരടി അനങ്ങാനാവാതെ നിന്നു. നീ എന്തിനാ അവൻ്റെ റൂമിലേക്ക് പോയത്? ഇതിവിടെ പതിവാണല്ലേ? കടുപ്പത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി, എല്ലാവരും കൂടി ചതിച്ചതാ. സത്യ, പ്ലീസ് വിശ്വസിക്ക്. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. ഓ റിയലി? അവൻ ബെഡിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു. നിങ്ങളുടെ മനസ്സമ്മതം എന്ന അവനിൽ ഗൗരവം. നിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. തല താഴ്ന്നു. പറയടി. അത് നടക്കില്ല. ഞാൻ ഇവിടെ നിന്നും പോവും. എൻ്റെ വല്യപ്പച്ചൻ്റെ അടുത്ത്. നിലത്തേക്ക് ഇറ്റു വീഴുന്ന കണ്ണുനീർ. അവൻ്റെ ഉള്ളിൽ വല്ലാത്ത പിടപ്പ്. ബെഡിൽ നിന്നും എഴുന്നേറ്റു. താഴ്ന്ന മുഖം കൈവെള്ളയിൽ വാരിയെടുത്ത് ഉയർത്തുമ്പോൾ അറിയാതെ അവനിലേക്ക് ചേർന്ന് നിൽക്കാൻ അവളും ആഗ്രഹിച്ചു പോയി. എന്തേ, നിനക്ക് എഡിനെ ഇഷ്ടമല്ലേ? അവൻ്റെ ശാന്തമായ സ്വരം. അതെന്താ നിഷ കൊച്ചേ? അവളുടെ കണ്ണുകൾ അതിശയത്തിൽ മിഴിഞ്ഞു. പറയൂ പെണ്ണേ. എനിക്ക് മാത്രമല്ല, വല്യപ്പച്ചനും ഇഷ്ടമല്ല. ഡെന്നിയുടെ മുഖം ചുരുങ്ങി. പിന്നെന്തിനാ മനസ്സമ്മതം നടത്താൻ ഡേറ്റ് വരെ എടുത്തത്? ആരേലും ഭീഷണിപ്പെടുത്തിയോ? അവളുടെ ഇരു ഷോൾഡറിലും കൈകൾ വെച്ചു. നിഷ വിറയലോടെ ഡെന്നിയുടെ കണ്ണിലേക്ക് നോക്കി. പറയ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എനിക്ക് അറിയണം. അത് വല്യപ്പച്ചന് ആദ്യം ഇഷ്ടമായിരുന്നു. അങ്ങനെ ഡേറ്റ് എടുത്തു. പിന്നെ വല്യപ്പച്ചൻ തന്നെ പറഞ്ഞു മനസ്സമ്മതം നടക്കില്ലെന്ന്. കാരണം എന്താ? പെട്ടെന്ന് ആ മനസ്സ് മാറാൻ വേണ്ടി
എന്താ സംഭവിച്ചത്? അറിയില്ല. അല്ല, നിഷയ്ക്ക് സമ്മതമായിരുന്നു? അവൾ മൗനമായി. അവൻ്റെ കണ്ണിൽ ആകാംക്ഷ. എനിക്കവനെ പേടിയാ. എന്നെ. ഡെന്നിയുടെ മുഖം വിടർന്നു. അതരത്തിൽ ചെറിയൊരു ചിരി വിരിഞ്ഞു. പക്ഷേ സംശയത്തിൻ്റെ കനൽ ഉള്ളിലെവിടെയോ പൊള്ളിക്കും പോലെ. വലത് കൈ തോളിൽ നിന്നും അകന്നു. കവിൾ തടത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കി. എന്തിനാ പേടി? അത് അവൾ നിന്ന് വിക്കി. പറയൂ, ഞാൻ ആരോടും പറയില്ല. അവളുടെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അവിടെ എന്തിനെയോ ഭയക്കുന്നുണ്ട്. ഡെന്നിയുടെ ഹൃദയം വേദനയിൽ ഉച്ചത്തിൽ മിടിച്ചു. കേൾക്കാൻ പാടില്ലാത്തതെന്തോ സംഭവിച്ചതുപോലെ.